ഇതുവരെ ഇത് തുടച്ചു കഴിഞ്ഞില്ലേ? തുടച്ചു കഴിഞ്ഞാൽ ഞാൻ നിൽക്കൂ. അക്കുത്തര ഇടയായി ഇത്തിരി കൂടുന്നുണ്ട്. താൻ പൊടിയടിച്ചാ മതി, എന്നെ അടിക്കണ്ട. മനസ്സിലായോ? അവിടെ നിൽക്കുക. നിന്നു. ഈ കസേര ഇവിടെ നിന്ന് മാറ്റിയിടാൻ ആരെങ്കിലും തിരക്കാൻ പറഞ്ഞിട്ട് താൻ തിരക്കിയോ? അതിനാരെങ്കിലും കിട്ടണ്ടേ? എന്നാ തനിക്ക് എന്നെ അതൊക്കെ ചെയ്യരുതോ? എന്നിട്ട് വേണം ആ കാട്ടുപറമ്പ് സാറിന്റെ കൂട്ടി ഞാൻ ചെവിയിൽ പോകും വെച്ച് നടക്കാൻ. എനിക്കെങ്ങനെ പറഞ്ഞ പോലെ അയാൾ ഇതെവിടെ പോയി? മുതലാളി വരുന്ന ദിവസമായിട്ട് ആരും എത്തിയില്ലേ ഇവിടെ? അല്ലേലും ഒരു മാനേജറുടെ അവസ്ഥ ഇവിടെ ആർക്കാ മനസ്സിലാവുക? ക്ലയന്റ് വന്നാ മീറ്റിംഗ്, ന്യൂ ജോയിനിങ് വന്നാ മീറ്റിംഗ്, എന്തെങ്കിലും ഇഷ്യൂ വന്നാ മീറ്റിംഗ്, ഇഷ്യൂ ഇല്ലാത്തതിന്റെ മീറ്റിംഗ്, അപ്രൈസലിന്റെ മീറ്റിംഗ്, അതിന്റെ തിരികേൽക്കാൻ വേറെ മീറ്റിംഗ്, അങ്ങനെ മീറ്റിംഗ് നടത്തി ഒരു വഴിക്കാകാനായി മാത്രം ഒരു ജന്മം. അല്ല വന്നോ? സമയം കളയാതെ വേഗം കേറി വാടോ കാട്ടുമാക്കാനെ. അല്ല കാട്ടുപറമ്പ. താൻ എന്താണോ വൈകിയേ? ഒന്നുമില്ലേലും താനൊരു ടീം ലീഡല്ലേ? ഇന്നലെ വീട്ടിൽ പോയിട്ട് ഇന്ന് ഈ നേരമാണോ ഓഫീസിലേക്ക് വരുന്നത്? അതിനാരും വീട്ടിൽ പോയി. താനപ്പോ എവിടെയായിരുന്നു? ഞാൻ ക്യാൻറ്റീനിലായിരുന്നു. ഈ സമയം ചെന്ന നല്ല ചൂട് മുട്ട പപ്സ് കിട്ടും. ആ അതിരിക്കട്ടെ. ഇന്ന് പുതിയ 2 കുട്ടികൾ ജോയിൻ ചെയ്യുന്ന കാര്യം താൻ അറിഞ്ഞു കാണുമല്ലോ. ആ അപ്പൊ അവരോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് ഈ കിടക്കണ കസേരയുടെ കാര്യം. ഇതിലെങ്ങാനും അവര് കയറി ഇരുന്ന പിന്നെ അറിയാലോ എനിക്ക്. തമ്പി അദ്ദേഹം ഒന്നും പേടിക്കണ്ട. അവരെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് എത്തിച്ചോ. അവരെ പണിയെടുപ്പിച്ച് ഈ അവസ്ഥയിൽ എത്തിക്കുന്ന കാര്യം ഞാനേ. ഈ ന്യൂ ജോയിനീസിനെ എല്ലാം പല ടീമുകളിലാക്കി പണിയെടുപ്പിച്ച് നടുവൊടിച്ച് അവരുടെ സിക്ക് ലീവും തടഞ്ഞു വെച്ച് കണ്ണീര് കാണുന്നത് വരെ എനിക്കൊരു സ്വസ്ഥതയില്ല. May I come in, sir? Yes. നകുലൻ, ഗംഗ അല്ലേ? വെൽക്കം ടു മാടമ്പള്ളി ടെക്നോളജീസ്. കാട്ടുപറമ്പിന് മനസ്സിലായോ ആളെ? ഇദ്ദേഹമാണ് തൃശ്ശൂര് കൊണ്ടുപോയത്. അതെ സാർ, തൃശ്ശൂർ എന്റെ ഒരു വീക്ക്നെസ് ആണ് സാർ. എവിടെ കണ്ടാലും ഞാൻ എടുത്തുകൊണ്ടങ്ങ് പോകും സാർ. ഇവിടെ പിന്നെ തൃശ്ശൂർ ഒന്നും കിട്ടില്ല. ജോലിയൊക്കെ കഴിഞ്ഞ സമയമുള്ളപ്പോ ക്യാൻറ്റീനിൽ പോയാൽ ചായ കിട്ടും, ഭാഗ്യമുണ്ടെങ്കിൽ കഴിയും. അതെന്താ സാർ, ക്യാൻറ്റീനിൽ ഡോബർമാൻ ഉണ്ടോ? കാട്ടുപറമ്പ, താനിനി വന്നേ. ഇതുപോലുള്ള ഉള്ള തമാശ പറഞ്ഞ് അവൻ ഇനി ചിരിക്കാൻ പാടില്ല. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അരുത്, അതിൽ തുടരുത്. ആ കസേരയിൽ ആരും ഇരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഈ 2K കിഡ്സിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല എന്നറിയാം. എന്നാലും പറയുമോ, ഈ കസേരയിൽ ഇരുന്നാൽ പിന്നെ പല അനർത്ഥങ്ങളും സംഭവിക്കും. ഇത് ആരുടെ കസേരയാ സാർ? എന്തിനാ ഇതിൽ ഇരിക്കരുതെന്ന് പറയുന്നത്? അതൊരു നീണ്ട കഥയാ. മാടമ്പള്ളി ടെക്നോളജീസ് എന്ന ഈ കമ്പനി ഇവിടെ വരുന്നതിന് മുമ്പ് ഈ കെട്ടിടത്തിൽ മറ്റൊരു കമ്പനി ഉണ്ടായിരുന്നു. ടെക്കിനി ടെക് സൊല്യൂഷൻസ് എന്നായിരുന്നു ആ കമ്പനിയുടെ പേര്. തൊഴിലാളികൾ ദിവസം 12 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരു സൈക്കോ കാരണവരായിരുന്നു അതിന്റെ സ്ഥാപകൻ. ആയിടയ്ക്കാണ് നാഗവല്ലി എന്നൊരു കുട്ടി അവിടെ ജോയിൻ ചെയ്തത്. നൃത്തത്തിലും റീൽസിലും എല്ലാം നല്ല താല്പര്യമുണ്ടായിരുന്നു ആ കുട്ടിക്ക്. പക്ഷെ പണിയൊടിഞ്ഞിട്ട് വേണ്ടേ അതിനൊക്കെ സമയം കിട്ടാൻ. ആ കാരണവരാണെങ്കിലോ ഒരു 5 കൊല്ലം ആ കുട്ടിയുടെ സാലറി പോലും കൂട്ടിയില്ല. അന്ന് നാഗവല്ലി ഇരുന്ന് തിരിഞ്ഞ കസേരയാ ഈ കിടക്കുന്നത്. പഴയ കമ്പനി മാറിയപ്പോ അവരുടെ സാധനങ്ങളെല്ലാം വാരിപ്പെറുക്കി കൊണ്ടുപോയി. പക്ഷേ ഈ കസേര മാത്രം ആരും കൊണ്ടുപോയില്ല. അതെന്താ? ഈ കസേരയിൽ ഇരിക്കുന്നവർക്കും ഇതിവിടുന്ന് മാറ്റാൻ നോക്കുന്നവർക്കും മാനസിക വിഭ്രാന്തിയും അപകടവും പതിവായി. അത് തന്നെ കാര്യം. അതായത് ആര് ഈ കസേരയിൽ ഇരുന്നാലും അവരുടെ മേത്ത് ആ പഴയ നാഗവല്ലി കയറും. പിന്നെ മാനേജറുടെ കരണത്തടിക്കുക, ലീഡിനോട് തട്ടിക്കേറുക, അങ്ങനെ എന്തൊക്കെയാ ഇവിടെ നടന്നേക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായല്ലോ. ഇതൊക്കെ അറിഞ്ഞും കണ്ടും വേണം ഇവിടെ നിൽക്കാൻ. കാട്ടുപറമ്പ, പണി തുടങ്ങിക്കോളൂ. ഇന്നിവിടുത്തെ മുതലാളി വരുന്നുണ്ട്. ഞാനിത്തിരി ധൃതിയില്ല. അപ്പോ ശരി.
തന്നെയാണോ സാർ? അതൊക്കെ വഴിയേ മനസ്സിലായിക്കോളൂ. ഇപ്പതാ ഇത് പിടിക്കും. എന്താ സാർ ഇത്? കെട്ടിടത്തിന്റെ ആധാരമാണോ? ഇതാണ് ഇവിടത്തെ പ്രോസസ് ഡോക്യുമെന്റ്. ഇത് മൊത്തം പഠിച്ച് നാളെ തൊട്ട് പണി തുടങ്ങണം. നാളെയോ? വേണ്ട, ഇന്ന് തന്നെ തുടങ്ങിക്കോ. മിണ്ടാതെ ഉരിയാടാതെ ഇതും വായിച്ച് ഇവിടെ ഇരുന്നോളൂ. അയ്യേ, ഇത് എന്തൊരു വൃത്തിയുടെ കൈയക്ഷരമാണ്. വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് തന്നെയാണ് എന്റെയും പ്രശ്നം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ അതെനിക്കും കൂടി ഒന്ന് പറഞ്ഞതാണ്. അപ്പോ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇത് വായിക്കും. ഞാൻ ഒരു ചായ കൂടി കുടിച്ചിട്ട് വരാം. സാർ ഞാനും വരട്ടെ. എനിക്ക് ഒരു ഒരു മുറി ചായ നൽകാമോ, 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 കാന്റീനിൽ കൊണ്ടുപോകാമോ, പോകാമോ, പോകാമോ, അയ്യോ തമ്പി, അദ്ദേഹം ഓടി വായോ. നീ എന്തിനാണോ നിൽക്കണ്? നാരവല്ലി വന്നടാ. ജീവൻ വേണേ ഓടിക്കോ. അല്ല, ആരിത്? നമ്മുടെ വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? എന്താ ഉണ്ടായേ? പാവം പുള്ളി വല്ലാതെ പേടിച്ചു പോയി സാർ. അല്ല, ഗംഗ എവിടെ? കോൺഫറൻസ് റൂമിലിട്ട് പൂട്ടി. ഹാവൂ. അല്ല, തന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ? അത് പിന്നെ രാവിലെ ഗംഗ കഴിച്ച ചായയുടെ ഇഡലിയുടെ ബില്ല് ഞാനാണ് കൊടുത്തത് സാർ. അതവർക്ക് ഇനി ഓർമ്മ കാണും. താൻ എന്താണോ ഈ പറയണേ? ഹൈക്ക് കിട്ടാതെ അലഞ്ഞ ഒരാളുടെ ബാധയാ ആ കുട്ടിയുടെ മേത്ത് കൂടിയിരിക്കണേ. അപ്പോഴാ അയാളുടെ ഒരു ഇഡലിയും ചായയും. നമ്മളിനി എന്ത് ചെയ്യണോ? ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ സാർ. നമുക്കിത് ഡോക്ടർ പശുപതിയെ അല്ല ഡോക്ടർ സണ്ണിയെ അറിയിക്കാം. അതാരാ? അതെന്റെ സുഹൃത്താണ് സാർ, ഒരു മനോരോഗ വിദഗ്ധൻ. ദാ സണ്ണി വന്നു സാർ. ഡോക്ടർ സണ്ണി, ഇതെന്താ കയ്യിലൊരു വടി? തെരുവുനായ ശല്യം കൊണ്ടാണോ? അത് വേറൊന്നുമില്ല സാർ. നമ്മൾ ഈ സൈക്കാട്രിയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾക്ക് ഇപ്പോഴും വിശ്വാസം നമ്മൾ ഈ ബാധയൊക്കെ അടിച്ചൊഴിപ്പിക്കുന്നതൊക്കെയാണ്. ഓഹോ, ഇതാണോ പേഷ്യന്റ്? ഇത് സാറേ, എന്നെ ശരിക്കൊന്ന് നോക്കിയേ. എന്റെ പെരുമാറ്റത്തിൽ എന്തേലും കുഴപ്പമുണ്ടോന്ന് ഒന്ന് നോക്കിയേ. ഇദ്ദേഹം ആരാന്നാ പറഞ്ഞേ? ഇവിടുത്തെ ഒരു ചിന്തീടാ. എന്നാ പിന്നെ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല സാർ. എന്ന് വെച്ചാ പച്ചയുടെ ക്ലിയറും കാണില്ല. ഓൾറെഡി എല്ലാം പോയി കിടക്കായിരിക്കും. ചതിച്ചോ? മുതലാളി ഇങ്ങ് എത്തിയല്ലോ. ഞാനിനി ഇപ്പൊ എന്താ ചെയ്യാ? ഇടം കാട്ടുപറമ്പ, എന്തെങ്കിലും ഒന്ന് പറയണോ? അല്ല, ആരിത്? തേജസ്വിനിയുടെ സെക്യൂരിറ്റി ചേച്ചിയല്ലയോ? ഓ, ഇതാകെ പോയി കിടക്കുവാണല്ലോ. നകുല, തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോടോ? സാർ തൃശൂർ നിർത്തണം. താനും തന്റെ ഒരു തൃശൂരും. അല്ല, ഇവരെന്താണ് പേഷ്യന്റ്? താനിനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. എടോ, കമ്പനിയുടെ മുതലാളിയാണോ വരുന്നത്? ഹലോ തമ്പി, ഔടുവിടൂ. തനിക്ക് സുഖമാണോടോ? ദോഷം പറയരുതല്ലോ. ഇത്രയും സുഖം ഈ അടുത്ത കാലത്തൊന്നും അനുഭവിച്ചിട്ടില്ല. തന്റെ ഒരു തമാശ. മിസ്റ്റർ കാട്ടുപറമ്പൻ, ഇരുന്നിരുന്ന് കുറെ വർഷമായല്ലോ.
ഇറങ്ങി പൊക്കിവിടെ. അല്ല ആരിത്? നമ്മുടെ തങ്കപ്പൻ മേശിരിയല്ലയോ? എന്താണത്? തങ്കപ്പം മിസ് ഇയാൾക്കിതെന്താ പറ്റിയേ? അത് സാറിനോട് പറയാൻ വരുമായിരുന്നു. ഇവിടെ കുറച്ച് ആരാത്? അത് പിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ശ്ശേ, കഷ്ടായി. മറന്നിരിക്കണം. തിരുമേനി മറന്നു, നമ്മൾ ഒരുമിച്ച് കുതിരവട്ടം ഭ്രാന്താശുപത്രിയില്. അമ്പട എഞ്ചിണ്ടാക്കി സണ്ണി കുട്ട, നിന്നെ നോ മറക്കേ. നല്ല കഥ. ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ലോക പ്രശസ്ത വട്ടൻ ഭ്രാന്തി ഇവന്റെ ആശാനായിരുന്നു. അതൊക്കെ എന്തിനാ ഇവിടെ പറയണേ? പിന്നെ പറയാതെ ഇന്നിനി എന്തായാലും ഇവിടെ തന്നെ കൂടിക്കളെ. എടാ തമ്പി, ഒരു 3 കസാര എടുത്ത് പുറത്തേക്ക് ഇടുക. എന്നിട്ട് നിങ്ങൾ 3 പേരും അവിടെ പോയി ഇരിക്കുക. ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. അത് പിന്നെ കസേരയ്ക്ക് കോൺഫറൻസ് റൂമിലാ. അതിനിപ്പോ എന്താ, അതങ്ങ് തുറന്നെടുത്താ പോലെ. ഈ പൂട്ടിയ കോൺഫറൻസ് റൂം തുറക്കുക എന്നൊക്കെ പറഞ്ഞാല് അതിനെന്താ, തുറക്കാനുള്ളതല്ലേ പൂട്ട്, പൂട്ടാനുള്ളതല്ലേ തുറക്ക്. ഇയാളിൽ എന്തൊക്കെയാണോ ഈ പറയുന്നേ? സാറ് പോയി തുറക്ക് സാറേ. തുറന്ന സാറിന് അപ്പം കിട്ടും. താനൊന്നും മിണ്ടാതിരിക്കാൻ ഞാൻ എന്താണോ ചെയ്യണ്ടേ? ഡോ, സത്യം പറയണം. നിങ്ങൾ എല്ലാരും കൂടെ എന്താണ് എന്നിൽ നിന്ന് വിളിക്കുന്നത്? ഒന്നുമില്ല. അല്ല തിരുമേനി, എന്തോ ഉണ്ട്. ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കാം, എല്ലാത്തിനും മുതൽ കള്ള ലക്ഷണം. ഒന്നുമില്ലെന്നല്ലടോ പറഞ്ഞേ. ഡോ, കോൺഫറൻസ് റൂമിന്റെ താക്കോലിങ് എടുക്ക്. ഏ? ഡോ, കോൺഫറൻസ് റൂമിന്റെ താക്കോലിങ് എടുക്കാൻ. തരില്ല. തരില്ലേ? ബ്ലഡി റാസ്കൽ, ഹൗ ഡെയർ യു ടോക്ക് ലൈക്ക് ദിസ്? നോ ഓപ്പൺ ഷുവർ. തുറക്കൂലടാ. നീ എടുക്കടോ. ഇനി വരുന്നതെല്ലാം എല്ലാരും കൂടി അങ്ങ് അനുഭവിക്കുക. അല്ലാതെ എന്താ പറയാ? സാർ, ആ തൃശ്ശൂർക്കുള്ള ബസ് ഇപ്പൊ പോയി കാണും. ഈ അടി തന്റെ ആദ്യത്തെ തമാശ കേട്ടപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചതാ. അവന്റെ ഒരു ഈശ്വരൻ. എന്റെ അമ്മോ! ഈശ്വര, കിളവൻ പുകയായിരുന്നാ തോന്നണേ. ഏത് ഭ്രാന്തിയാണോ താൻ ആ കോൺഫറൻസ് റൂമിലിട്ട് കൂട്ടിയിരിക്കുന്നത്? ഓ, എന്റെ പെണ്ണുമ്പിള്ളയുടെ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. അതിവിടുത്തെ ന്യൂ ജോയിനിയാ. ഒന്ന് നോർമൽ ആവാൻ കൂട്ടിയിട്ടതാ. നോർമൽ ആക്കാനോ? എടോ, ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണോ അതോ ഭ്രാന്താശുപത്രിയോ? എനിക്കും ഇപ്പൊ ആ സംശയമുണ്ട്. ആരാ അത്? എന്റെ കാലൻ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? കാലത്ത് 4 ഇഡലി ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തത്? എനിക്ക് എന്താ പറ്റിയത്? ഏത് ഭ്രാന്തിയാണോ താൻ ആ കോൺഫറൻസ് റൂമിലിട്ട് കൂട്ടിയിരിക്കുന്നത്? ഓ, എന്റെ പെണ്ണുമ്പിള്ളയുടെ ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടി. അതിവിടുത്തെ ന്യൂ ജോയിനിയാ. ഒന്ന് നോർമൽ ആവാൻ കൂട്ടിയിട്ടതാ. നോർമൽ ആക്കാനോ? എടോ, ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണോ അതോ ഭ്രാന്താശുപത്രിയോ? എനിക്കും ഇപ്പൊ ആ സംശയമുണ്ട്. ആരാ അത്? എന്റെ കാലൻ. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞത്? കാലത്ത് 4 ഇഡലി ഒരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തത്? എനിക്ക് എന്താ പറ്റിയത്? ലക 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 ലക.